ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൊലി കറുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തൊലിയൊക്കെ കറുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ തൊലി കറുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഴത്തിൻ്റെ അകം ഒട്ടും തന്നെ കേടാവാതെ എടുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കണ്ട തൊലിയൊക്കെ ചെത്തു പോയിട്ടുണ്ട്, ഇളക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. പക്ഷേ പഴം ഒട്ടും തന്നെ കേടാവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റൗണ്ടിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പഴം റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പഴം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ അതവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. കാരണം പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പം ഞാൻ അതവിടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ഇത് അവലും കൂടെ വറുത്തെടുക്കണം. അപ്പം ഞാൻ അതവിടെ ആ ഒരു ബട്ടറിൽ തന്നെ കുറച്ച് അവൽ, ഞാൻ ഇവിടെ ഒരു ബൗൾ നിറച്ച് അവലെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്, നല്ല കട്ടി കുറഞ്ഞ അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മട്ട അവൽ വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആവണം, അല്ല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകണം. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ അവൽ വറുത്തെടുക്കാൻ. അപ്പോൾ അതായത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ആ ഒരു ബട്ടർ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ബട്ടർ നമുക്ക് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പോൾ ഈ ഒരു പഴം നല്ലതുപോലെ ഇതിലേക്ക് മൊരിയ ഒന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു പഴത്തിൻ്റെ ആ ഒരു, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇത് മാറുന്നത് വരെ ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമുക്ക്. അപ്പോൾ ഇത് ഇവിടെ രണ്ട് സൈഡും ഒന്ന് ഞാൻ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പം ഞാൻ ഇവിടെ ആ ഒരു പഴമെല്ലാം ഞാൻ ഇവിടെ മാറ്റി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേ ഒരു പാനിൽ തന്നെ അടുത്ത് ശർക്കരയും കൂടി ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആ മധുരത്തിന് ആവശ്യത്തിന് 2 തുണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവ് ഞാൻ അറിയില്ല, ഞാൻ എടുത്തില്ല. നിങ്ങൾക്ക് ഇതുപോലെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആ ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു ശർക്കര പാനിയിൽ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പഴം എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ തേങ്ങ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പിടി അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വച്ചിരിക്കുന്ന അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കാരണം ആ ഒരു ശർക്കര പാനി നമുക്ക് ഇതിലെല്ലാത്തിലും നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ആ ഒരു തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ചൂടിൽ തന്നെ നമ്മളിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പഴവും അവലും എല്ലാം കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ.